ബ്രാഡ് പിറ്റിന്റെ F1 എന്ന മൂവിയുടെ ട്രെയിലർ വന്നിട്ടുണ്ട്. നിങ്ങളൊരു F1 ചാമ്പ്യൻഷിപ്പ് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെടാം, നല്ലപോലെ ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാര്യം ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ റോളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ലൂയിസ് ഹാമിൽട്ടൺ വരെ ഉണ്ട്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ഒന്നുമല്ല, എന്നാലും ഹാമിൽട്ടൺ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് റിയൽ ലൈഫ് ഇൻസിഡൻസും ഇൻസ്പിറേഷൻസും ഇതിൽ കാണുന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും നമുക്ക് ട്രെയിലർ കാണാം, എന്നിട്ട് ബാക്കി പറയാം. Okay, Brad Pitt. See, like straight talk. Straight now. No sugar. Why are you here, Sonny? Sonny ക്യാരക്ടറിന്റെ പേരാണ്. ഫ്രം ജോസഫ് കോസ്കിൻസ്കി, എന്താ വായിക്കാൻ പറ്റുള്ള റഷ്യൻ പേരാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരനാണ് ടോപ്പ് ഗൺ മാവറിക്കിന്റെ ഡയറക്ടർ. അപ്പൊ തന്നെ ഈ സിനിമയുടെ റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. When you look in the mirror, you see this rough and tumble, old school cowboy. Doesn't take orders, goes his own way, huh? Oh, racing ഒക്കെ അടിപൊളി എടുത്തിട്ടുണ്ട്. Well, I've news for you. Formula 1 is a team sport. It always was. Listen, let's get this straight. We all lose our jobs if you can't pull off a miracle. No pressure. None. The only question here is, why does Sonny Hayes come back to F1? I think it's really wonderful that Apex are giving second chances to the elderly. It's all right. You just wait. I'm quicker than you. Oh! You're making a mistake, thinking that I'm just going to be some grateful kid who'll bend the knee to an old timer. I never should have pulled you into this. Down the inside, contact! That's the other driver. You say he was old. He not that old. That's a handsome man right there. What's he doing? Plan C, be ready. Just gotta hope for some lucky breaks. Hope it's not a strategy. Anything else, Professor? Try fast. Ever seen a miracle? Not yet. How do you think I'd feel if you die on the track? 3 laps. 3 laps is a lifetime. F1 the movie. Film for IMAX. ട്രെയിലർ കണ്ടിട്ട് മൊത്തം ഒരു മോട്ടിവേഷൻ ടൈപ്പ് മൂവി ആവാനാണ് ചാൻസ്. നമ്മുടെ ബ്രാഡ് പിറ്റിന്റെ സണ്ണി എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് വയസ്സായതിനു ശേഷം F1 ചാമ്പ്യൻഷിപ്പിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്ന ഒരു ഫിലിമാണ് കേട്ടോ ഇത്. അതാണ് ഈ സിനിമയുടെ സ്റ്റോറി ലൈൻ. അപ്പൊ എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ ട്രെയിനിങ്ങും അത് ബാക്കിയുള്ളവരുടെ ട്രെയിനിങ്ങും അതുപോലെ കുറെ മോട്ടിവേഷൻ സാധനങ്ങളും അതിന്റെ പുറത്തുകൂടെ F1 റേസിന്റെ വിഷ്വൽസും എന്നാ ട്രെയിലറുടെ വിഷയം ട്രെയിലർ എനിക്ക് രോമാഞ്ചമൊക്കെ വന്നു, സീരിയസ്ലി രോമാഞ്ചം വന്നു. നിങ്ങൾ F1 ചാമ്പ്യൻഷിപ്പ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ അതിനെ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ ഫിലിം മിസ് ചെയ്യരുത്. ഐമാക്സിൽ തന്നെ കാണണമെന്നാണ് എൻ്റെ ഇത്. കാര്യം ടോപ്പ് ഗൺ മാവറിക്കിന്റെ ഡയറക്ടറാണ്. ആ സിനിമ കണ്ടവർക്കറിയാം ആ ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റും എടുത്തു വെച്ചിരിക്കുന്നത് എല്ലാം അടിപൊളിയാണ്. ആ ഒരു ട്രീറ്റ്മെന്റിന് അപ്പുറം ചിലപ്പോൾ ഇതിൽ കാണാൻ പറ്റുമായിരിക്കും. അതുപോലെ തന്നെ എനിക്ക് ട്രെയിലർ കണ്ട പ്രത്യേകിച്ച് തോന്നിയ ഒരു കാര്യം, ഒരു F1 ചാമ്പ്യൻഷിപ്പിന് ഇടയ്ക്ക് എന്തൊക്കെ നടക്കുമോ അതെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കുമെന്നാണ് തോന്നുന്നത്. ആ ഒരു ടയർ ചേഞ്ചിങ്ങും അവരുടെ പ്രിപ്പറേഷൻസും റേസിന് ഇടയ്ക്കുള്ള ആക്സിഡൻസും എല്ലാം വിഷ്വലി കാണിക്കുന്നുണ്ടെന്നാണ് ട്രെയിലറിൽ ഉള്ളത്. ലൂയിസ് ഹാമിൽട്ടണും കൂടെ പ്രൊഡക്ഷൻ സീറ്റിൽ ഇരിക്കുന്നത് കൊണ്ട് നമുക്കത് പ്രതീക്ഷിക്കാം. എന്തായാലും ഞാൻ സൂപ്പർ എക്സൈറ്റഡ് ആണ്. ജൂൺ 27-നാണ് ഫിലിം ഇറങ്ങുന്നത്. ഉറപ്പായി ഐമാക്സിൽ തന്നെ പോയി കാണും, റിവ്യൂ ഇടും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. F1 the മൂവിയുടെ ട്രെയിലർ നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ദിസ് ഈസ് അനൂപ്. താങ്ക് യു.